ശരി. ഓക്കെ. നമസ്കാരം. ഓറഞ്ച് ജ്യൂസിനെ തട്ടിക്കൂട്ട് ജ്യൂസാക്കിയ അണ്ണാറക്കണ്ണൻ അറസ്റ്റിൽ. ഓറഞ്ച് ജോസി ഓറഞ്ച് എന്നുള്ള ടാഗ് ലൈനോട് കൂടിയായിരുന്നു അണ്ണാറക്കണ്ണൻ ഈ ഒരു തട്ടിപ്പ് നാട്ടിൽ നടത്തിയത്. ഇത് ഓറഞ്ച് ജ്യൂസോ അല്ലെങ്കിൽ തട്ടിക്കൂട്ടിയ ജ്യൂസോ എന്ന് ചോദിച്ചപ്പോൾ അയാളുടെ തടിക്കിട്ട് തട്ടുകയും ചെയ്തിരിക്കുന്നു. ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രമുഖർ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നു. ആദ്യം ശ്രീ എം സ്വരാജിലേക്ക് പോകുന്നു. ശ്രീ എം സ്വരാജ്, കേരളം നമ്പർ 1 എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്നു. ശ്രീ എം സ്വരാജ്, നിങ്ങളോടുള്ള സകല ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങളെ ഈ ആരോപണത്തിന് വിധേയമാക്കിയിട്ടുള്ള ഈ അണ്ണാറക്കണ്ണൻ എൻ്റെ തൃപ്പൂണിത്തുറയിലെ വീടിന് മുന്നിലെ തെങ്ങിലെ താമസക്കാരനാണെന്നേ. അദ്ദേഹം എന്നും രാവിലെ പണിക്ക് പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു ഗുഡ് മോർണിംഗ് പറയും, അദ്ദേഹം എന്നോട് തിരിച്ച് ഗുഡ് മോർണിംഗ് പറയും. ഈ കുടുംബത്തെ ഇതിനു മുന്നേ ഒരു കണ്ടൻ പൂച്ചയെ വിട്ട് ആക്രമിച്ചിരുന്നു. ഞാൻ ആ കണ്ടൻ പൂച്ചയുടെ കഴുത്തിലൊരു പടി കെട്ടി. അത് വില്യം ഷേക്സ്പിയർ അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഒരു കഥ എഴുതി, എ കെട്ടൽ ഓഫ് ദ പൂച്ച ഓഫ് ദ മണി എന്നായിരുന്നു അയാളുടെ പേര്. അതിൻ്റെ മലയാള പരിഭാഷയാണ് പൂച്ചക്കാരി മണി കെട്ടും. തിരികെ വരാൻ എനിക്കിപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവിടെ ഷേക്സ്പിയർ കാണിച്ച അനാസ്ഥയോ അല്ലെങ്കിൽ ഈ അണ്ണാറക്കണ്ണൻ കാണിക്കുന്ന കൊടും ക്രൂരതയോ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ശ്രീ തിരുവഞ്ചൂർ, ഈ കാര്യത്തിനകത്തെന്താ നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. പേരിൽ തന്നെ വില്ലൻ എന്നുള്ള ഇദ്ദേഹമല്ലേ വില്യം ഷേക്സ്പിയർ? ഇദ്ദേഹത്തിനെയല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? മാത്രമല്ല ഇവിടെ എല്ലാവർക്കും അവാർഡ് കൊടുക്കുന്നു. ഈ അണ്ണാറക്കണ്ണന് അവാർഡ് കൊടുത്തോ? അയാളെ ഒന്നും കൊടുക്കാതെ ഇരുത്തുകയല്ലേ? തിരികെ വരാം. എനിക്കിപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ ചേരുന്നു. ശ്രീ കെ സുരേന്ദ്രൻ, അണ്ണാറക്കണ്ണനെതിരെ നിങ്ങൾ വലിയ രീതിയിൽ പോസ്റ്ററുകൾ ഇറക്കുന്നു, ബാനറുകൾ ഇറക്കുന്നു, വലിയ പ്രതിഷേധങ്ങൾ നാട്ടിൽ സംഘടിപ്പിക്കുന്നു. ശ്രീ കെ സുരേന്ദ്രൻ, എന്തിനാണിതെല്ലാം? നികേഷ്, നിങ്ങളങ്ങനെ അണ്ണാറക്കണ്ണൻ്റെ ആളായി അങ്ങനെ മാറണ്ട. അണ്ണാറക്കണ്ണൻ ഞങ്ങളെ ആളാണ്. ഞങ്ങളുമായി പുരാണകാലത്തെ അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അണ്ണാറക്കണ്ണനും തന്നലായതെന്നുള്ള ചൊല്ലൊന്നും അങ്ങനെ വെറുതെ ഉണ്ടായി വന്നല്ല. പിന്നെ ഇവിടെ ഇപ്പോൾ സ്വരാജ് പറഞ്ഞു പൂച്ചയ്ക്ക് മണി കെട്ടിയെന്ന്. ആരാണ് മണി കെട്ടിയത്? ഇവരാണോ പൂച്ചയ്ക്ക് മണി കെട്ടിയത്? കോട്ടയംകാരി പെൺകൊച്ചുമായിട്ട് പൂച്ചയ്ക്കൊരു പ്രണയബന്ധം ഉണ്ടായിരുന്നു. ആ കുട്ടി കൊടുത്തിട്ടുള്ള മണിയാണ് ആ പൂച്ചയുടെ കഴുത്തിലുള്ളത്. ഇല്ലാത്ത കാര്യത്തിന് നിങ്ങളങ്ങനെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കേണ്ട. തിരികെ വരാം. എനിക്കിപ്പോൾ PC ജോർജിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ശ്രീ PC ജോർജ്, നിങ്ങൾ ഈ കേസ് ഏറ്റെടുക്കുന്നു, അണ്ണാറക്കണ്ണനെ ജാമ്യത്തിലെടുക്കുന്നു, ഈ കേസിൽ നിങ്ങൾ ജയിലിൽ പോകാൻ തയ്യാറാകുന്നു. എന്തിനാണ് ശ്രീ PC ജോർജ് ഇതെല്ലാം? ഞാൻ പറയാം കേട്ടോ, ഈ അണ്ണാറക്കണ്ണെന്ന് പറയുന്നവരെ അപ്പോൾ ഭാര്യ അവർ തെറ്റ് ചെയ്യത്തില്ല, തെറ്റി ഉറപ്പുള്ളത്. പിന്നെ ഈ മാസത്തിൽ 30 ദിവസം കൊണ്ട് എനിക്ക് 30 കേസാണെന്ന് ഈ കേരളത്തിൽ. അവിടെ ഈ കേസ് ആർക്ക് ഏറ്റെടുക്കുക? ഈ അണ്ണാറക്കണ്ണൻ്റെ ചർച്ച നിങ്ങൾ അവസാനിപ്പിക്കുക നല്ലത്. തിരികെ വരാം. ഇപ്പോൾ PC ജോർജിനെ അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരികെ ജാമ്യത്തിൽ വിടുമോ എന്നുള്ള ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് നാളെ തിരികെ വരാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. താങ്ക് യു. സൂപ്പർ, ഗംഭീരായിരുന്നു. താങ്ക് യു. ഗംഭീരായിരുന്നു. ഒരൊറ്റ സ്ട്രെച്ചിൽ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്നും പറയാണ്ടിരുന്നത്. എന്നെ പോലെ എല്ലാവരും ഇങ്ങനെ ശ്വാസം അട്ടയ്ക്കാടെ വെച്ചിരിക്കുകയായിരുന്നു അല്ലേ? അൻവർ റഷീദിന്റെ മുഖവും ഇവിടെ നോക്കുമ്പോൾ ഏകദേശം അൻവറിനൊരു അമ്പുവിന് പോലെ തോന്നുന്നുണ്ട്. അപ്പം ഒരു നല്ല രസമായിട്ട് നിങ്ങൾ അവതരിപ്പിച്ച കാര്യങ്ങൾക്ക്, അതായത് ഒരു രാഷ്ട്രീയക്കാരുടെ കുറേ ആൾക്കാരുടെ ശബ്ദം അനുകരിക്കുന്നു എന്ന് പറയുന്നതിന് മാത്രമല്ല, അതിനൊരു വേറൊരു സ്റ്റൈൽ ഉണ്ടാക്കി. പിന്നെ നികേഷിൻ്റെ ഒക്കെ ശബ്ദം ഡിറ്റോണ്. അതായത് ഒരു ശബ്ദത്തിൽ നിന്ന് വേറെ നികേഷിൻ്റെ ശബ്ദത്തിലേക്ക് പോകുമ്പോൾ, അതായത് ഇത്രയും രാഷ്ട്രീയക്കാരുടെ ശബ്ദങ്ങൾ നമ്മൾ കഴിഞ്ഞിട്ട് വീണ്ടും അതിലേക്ക് വരണ്ടേ? ഈ വരുമ്പോൾ അത് വിട്ടുപോകാതെ കറക്റ്റ് അതിൻ്റെ ഒരു കണക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നല്ലതായിരുന്നു. നല്ല ആർട്ടിസ്റ്റാണ്.